നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് വേദ വിക്രത്തിനോട് ചോദിച്ചു, അല്ല ഞാൻ ജനുവിലല്ലെന്ന് തോന്നിക്കഴിയുവാണെങ്കിൽ ഒരു കാര്യം ചെയ്തേരെ, എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേരെ. വിക്രസ്വാമി മലയ്ക്ക് പോയിട്ട് വരുന്ന സമയത്ത് ഞാൻ വീട്ടിൽ കാണില്ല, എന്താ അഭിപ്രായം ചോദിക്കണം. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അല്ല വന്നേ, അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് ശേഷം സംസാരിക്കാം. അന്താരാഷ്ട്ര കാര്യങ്ങളോ? ഇത് നമ്മുടെ കാര്യമല്ലേ, ആയിക്കോട്ടെ. നമ്മൾ വരുണിനോട് ദീപ്തിയോട് സംസാരിക്കാൻ വേണ്ടി വന്നതല്ലേ, അവരോട് സംസാരിച്ച് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അതിനുശേഷം മതി ഇതൊക്കെ. കൊള്ളാം, എനിക്ക് മനസ്സിലായി എന്നൊക്കെ വേദ ഇങ്ങനെ പറയുമ്പോഴത്തേനും വിക്രത്തിനൊരു ചമ്പലുണ്ടായിരുന്നു. പിന്നീട് അവർ രണ്ടുപേരും കൂടെ വരുണിൻ്റെയും ദീപ്തിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് വരുൺ ദീപ്തിയോട് പറഞ്ഞു, ദേ നിന്റെ ചേച്ചിയും ചേട്ടനും വരുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ അവരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ദീപ്തിയോട് വേദ ചോദിച്ചു, അല്ല എന്താ നിന്റെ പ്ലാൻ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ദീപ്തി പറഞ്ഞു, അത് പിന്നെ ചേച്ചി ഞാൻ കൂടുതൽ ഇങ്ങോട്ടേക്കൊന്നും പറയണ്ട, ഞാൻ പറയുന്ന പോലെ അനുസരിക്കണമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദീപ്തി ചോദിച്ചു, അനുസരിക്കാനോ? അതെ, തൽക്കാലത്തേക്ക് നീ വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം, ഈ വരുണുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ലെന്നുള്ള ഒരു രീതി പെരുമാറണമെന്ന് പറയണം. അങ്ങനെ പെരുമാറാനോ? അതെ, തൽക്കാലത്തേക്ക് വരുണുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നൊരു നിലപാടാണ് ഇപ്പം നീ എടുക്കണ്ടേന്ന് പറയണം. അല്ലേ ചേച്ചി, അത് പിന്നെ ചേച്ചി ഇത് പറയാനായിട്ടാണോ എന്നെ കാണണമെന്ന് പറഞ്ഞേ? അല്ല, ഞാനങ്ങനെ പെരുമാറണമെന്നോ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ നീ വരുണുമായിട്ട് അകന്നു പോകാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവരുടെയും മുന്നിൽ നീ അങ്ങനെ ഒന്ന് അഭിനയിക്കണം, കുറച്ച് നാളത്തേക്ക് മാത്രം. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, ഞാനെന്ത് ശബരിമലയ്ക്ക് പോയിട്ട് വന്നോട്ടെ, അതിന് ശേഷം ഒരു തീരുമാനം എടുക്കാം. വേദ പറഞ്ഞു, ഞാൻ പറഞ്ഞതിനർത്ഥം നീ എടുത്തു ചാടി ഇപ്പോൾ ഒരു തീരുമാനം എടുക്കരുതെന്നാ. ഇപ്പോൾ വീട്ടുകാർക്ക് തോന്നണം നീയും വരുണും തമ്മിൽ ബന്ധമൊന്നും ഇല്ലാന്ന്. ഇത് കേട്ടപ്പം വരുൺ പറഞ്ഞു, എനിക്ക് മനസ്സിലായി ചേച്ചി, ടൈം ഒരു പ്രധാന പ്രശ്നം തന്നെയല്ലേ, സാരമില്ല, ഞങ്ങൾ തമ്മിൽ കുറച്ച് നാളൊന്ന് അകന്നു കഴിയാം. ആ സമയത്ത് അറിയാലോ രണ്ടുപേരും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ ആഴം എത്രയാന്ന്. അകന്നു കഴിഞ്ഞാലും വേറെപ്പെട്ട് പോവില്ലെന്നൊക്കെ അറിയാലോ എന്ന് പറയണം. വേദ പറഞ്ഞു, അത് ശരിയാ, 100% സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നീട് ദീപ്തിയോട് പറഞ്ഞു, അച്ഛൻ്റെ കാര്യം അറിയാലോ, ഒരു പക്ഷേ ഞങ്ങൾ ഈ ബന്ധത്തിനെ സപ്പോർട്ട് ചെയ്യുവാന്ന് അവർ കരുതും. അല്ലെങ്കിൽ തന്നെ നിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ ഞാനും വിക്രം കുറ്റക്കാരായിട്ടിരിക്കുക. ഇനിയിപ്പം ഞങ്ങൾ കാരണം ഇനി അടുത്ത പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. വിക്രം പറഞ്ഞു, ഇന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ കൈയൊഴിഞ്ഞല്ല കേട്ടോ, നിങ്ങൾ ജെനുവിനാന്ന് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ട് മാത്രം ഇപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണത്. ഞാൻ മലയ്ക്ക് പോയിട്ട് വരട്ടെ, എന്നിട്ട് വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് ദീപ്തി പറഞ്ഞു, ചേച്ചി അത് പിന്നെ നീ പേടിക്കൊന്നും വേണ്ട, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. വിക്രം പറഞ്ഞു, കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്, വാ നമുക്കൊരു കോഫി കുടിച്ചിട്ട് സംസാരിക്കാമെന്ന് പറയണം. അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ട് കോഫി കുടിക്കാനായിട്ട് അവർ 4 പേരും കൂടെ അങ്ങോട്ട് ബൈക്കിന് കയറി പോവാണ്. അപ്പോൾ 2 ബൈക്കിന് വരുണും ദീപ്തിയും കൂടെ ഒരു ബൈക്കിൽ കയറി വേദയും വിക്രം കൂടെ മറ്റൊരു ബൈക്കിൽ കയറുവാണ്. ഈ സമയത്താണ് ചന്ദ്രശേഖരൻ വർഷയുടെ അച്ഛൻ അതിലൂടെ വരുന്നത്. അയാൾ കണ്ട് ഈ കാഴ്ചകളൊക്കെ അയാളുടെ മനസ്സിൽ ചില കുതന്ത്രങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അയാൾക്ക് മനസ്സിലായി വേദയും വിക്രവും ദീപ്തിയും വരുണും തമ്മിൽ കൂട്ടാന്നുള്ള കാര്യം അപ്പം തന്നെ അയാൾക്ക് മനസ്സിലായി. പിന്നീട് വിക്രം അവരോടൊക്കെ സംസാരിച്ചതിന് ശേഷം ശ്രീനിവാസനെ കാണാനായിട്ട് വരുവാണ്. അപ്പോൾ പുളിക്കൻ പുറത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു. വിക്രത്തെ കണ്ടതേ പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഇപ്പൊ ഭാര്യയുടെ തടവറയിലായി അല്ലേന്ന് ചോദിക്കുകയാണ്. ഭാര്യയുടെ തടവറയിലോ? ഓ, വിക്രസ്വാമി ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചാന്നൊക്കെ അറിയാം, എന്നാലും ഇപ്പൊ ഭാര്യ പറയുന്ന പോലെ ഭാര്യ പറയുന്ന അനുസരിച്ചാ ജീവിക്കുന്നല്ലേ, എന്ത് ചെയ്യാം, ഓരോരുത്തരുടെയൊക്കെ വിധി കണ്ടില്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് നല്ല ദേഷ്യം വന്നു. ആ സമയത്ത് പുളിക്കൻ പറഞ്ഞു, ഇത് ഞാൻ പറയുന്നതല്ല, വേറെ പലരും പറയണതാ. ഒന്ന് വിക്രത്തിനെ കാണാൻ പോലും കിട്ടുന്നില്ലെന്ന് ഇവിടെ ശ്രീനിവാസ സാർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പക്ഷേങ്കിലേ ആണുങ്ങളാണ് എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? ആണുങ്ങൾ പറയുന്ന ഭാര്യമാരനുസരിക്കണം. അങ്ങനെ ഭാര്യമാരെ അടക്കി നിർത്താൻ പഠിക്കണം, അല്ലാതെ ഭാര്യ പറയുന്നത് കേട്ട് ജീവിക്കുകയല്ല ചെയ്യണ്ടേ. അത് കേട്ടപ്പത്തിനും വിക്രം അങ്ങ് തിരിഞ്ഞു വന്നു. എന്നിട്ട് പുളിക്കനോട് ചോദിച്ചു, സത്യം പറയടോ, തൻ്റെ ഭാര്യ താൻ പറയുന്ന അനുസരിച്ചാണ് ജീവിക്കണേന്ന് ചോദിക്കുക. അത് പിന്നെ ഞാനേന് ആണത്തമുള്ളവനാന്ന് പറഞ്ഞിട്ട് ഇല്ലല്ലോ, ആണത്തമില്ലാത്തവനല്ലേ, അതുകൊണ്ടല്ലേ എൻ്റെ ഭാര്യ തോന്നിയാസം ജീവിക്കണേന്ന് ചോദിച്ചു. വിക്രം പറഞ്ഞു, കഷ്ടം തന്നെ എന്ന് പറഞ്ഞിട്ട് വിക്രം അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് പുളിക്കൻ പറഞ്ഞു, ഇനി എന്തായി തീരുമെന്തോ കണ്ടറിയാന്നൊക്കെ പുളിക്കൻ ഇങ്ങനെ മനസ്സിൽ പറയാണ്. പിന്നീട് ശ്രീനിവാസന്റെ അടുത്തേക്ക് വിക്രം കയറി ചെന്നു. ആ സമയത്ത് ശ്രീനിവാസൻ വിക്രത്തോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. വിക്രം, നിനക്കറിയാലോ നിന്റെ ഭാര്യ വേദയാണ് ശ്രീധരന്റെ വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് ദോഷമോ ചെയ്യത്തുള്ളൂ, അറിയാലോ. വേണമെങ്കിൽ എനിക്ക് വേറെ നല്ല വക്കീലിനെ ഏർപ്പാടാക്കി ഈ കേസ് ജയിക്കാവുന്നുള്ളൂ. പക്ഷെ അതല്ല കാര്യം. ഇത് കേട്ട് ഞാൻ വിക്രം പറഞ്ഞു, ഞാൻ അവളോട് കുറേ പറഞ്ഞതാ ഈ കേസിൽ നിന്ന് പിന്മാറണമെന്ന്. പക്ഷെ അതൊന്നും അവൾ കേൾക്കാൻ കൂട്ടാക്കിയില്ല.
അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, ഞാൻ അവളോട് ചോദിച്ചു നോക്കി ഇതിനകത്തുനിന്ന് പിന്മാറുമെന്ന്, പക്ഷെ അവൾ പിന്മാറാനായിട്ട് കൂട്ടാക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കും ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. നിനക്കറിയാലോ, നീയും വേദ എന്നും എൻ്റെ ഗുഡ് ബുക്കിൽ തന്നെ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അതിനൊരു കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ നീ എൻ്റെ കൂടെ നിന്നിട്ട് വേദ ഏത് ഓപ്പോസിറ്റ് നിൽക്കുവാണെങ്കിൽ അത് എത്രത്തോളം മുന്നോട്ട് പോകുന്നതെന്നും എനിക്കറിയില്ല. അതൊരിക്കലും മുന്നോട്ട് പോകാനും പോകുന്നില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം ആയിരിക്കില്ല പിന്നീട്. ഇപ്പം തന്നെ നിന്റെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്കിയേ. നിന്നെ അവൾ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യത്തിലും. ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന ഓരോ കാര്യത്തിലും ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അല്ല സാറേ, ഈ പറയുന്ന തേറാട് ശ്രീധരനെ അന്നും കൂടെ തട്ടിക്കൊണ്ട് പോയാൽ മതിയായിരുന്നില്ലേ? അതിനവൾ സംഭവിച്ചില്ലല്ലോ. അവൾ നിന്നെ മയക്കി കിടത്തിയില്ലടാ. അതാ പറഞ്ഞത്. അതിനുശേഷം നീ ഒരു കാരണവശാലും ഞാനുമായിട്ട് ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ കൊണ്ട് മാല ഇട്ടിരിച്ചിരിക്കുന്നത്. മാല ഇടാൻ പറഞ്ഞ്. അപ്പം അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ അവൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. അവൾ വളരെ ശക്തമായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് പാടില്ല. ഇത് അപകടത്തിലോ ചെന്ന് കലാശിക്കുള്ളൂ. പറഞ്ഞ് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പം നീ ഇങ്ങനെ പോകുന്നു, പക്ഷെ നാളെ നീ എനിക്കെതിരെ നീങ്ങില്ലെന്ന് ആര് കണ്ടു? സാർ എന്തൊക്കെയാ പറയണേ? അത് വേറൊന്നും അല്ലടാ. നീ ഞാനും അത്ര അടുത്ത ബന്ധത്തിലാണ്. എന്നെക്കുറിച്ചുള്ള പല രഹസ്യങ്ങളും അറിയാലോ. ഒളിഞ്ഞും തെളിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും നിനക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ വേദയ്ക്ക് ഒരു പക്ഷേങ്കിൽ നിന്നെ കരുവാക്കാണ്ട് സാധിക്കും. നിന്റെ ഇഷ്ടം പിടിച്ചു പറ്റിയിട്ട് വേദ പല രഹസ്യങ്ങളും നിന്നിൽ ചോർത്തെടുക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വിക്രം ചോദിച്ചു, അങ്ങനെ ഞാൻ ചെയ്യുന്ന സാറിന് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെ സാറിനോടൊരു ചതി ചെയ്യുമോ? എടാ, അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇന്നുവരെ ചെയ്തിട്ടുമില്ല. പക്ഷെ പ്രണയം അങ്ങനെ ഒന്നാണ്. പ്രണയത്തിന് മുന്നിൽ തോറ്റു പോകുമെന്ന് പറയണം. നിനക്ക് വേദയ്ക്ക് നിന്നോടും പ്രണയം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മുന്നിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഒന്നുമല്ല. അപ്പം നിന്റെ മനസ്സിലുള്ള പല കാര്യങ്ങളും നീ വേദയോട് തുറന്നു പറയും. അതെനിക്ക് വിനയായിട്ട് വരും. നിനക്കറിയാലോ, പ്രണയം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, സാറിന് ഞാൻ വാക്ക് തരാം. ഞാനും വേദയും തമ്മിൽ മറ്റേത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും ശരി, ഒരിക്കലും സാറുമായിട്ടുള്ള രഹസ്യങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല, പുറത്ത് പറയാനും പോകുന്നില്ല. ആ കാര്യത്തിൽ സാറിനൊരു പേടി വേണ്ടെന്ന് പറയണം. ശ്രീനിവാസൻ പറഞ്ഞു, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എനിക്കത് ഒട്ടും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോഴെന്നല്ല, പിന്നീട് ചിലപ്പോൾ അതിന് മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, വേദ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അതാണ് നല്ലത്. വേദ ഒരു കാരണവശാലും എനിക്കെതിരെ നീങ്ങാനായിട്ട് പറ്റില്ല. അല്ല സാറേ, അങ്ങനെയാണെങ്കിൽ ആ ചക്രപാണി സാറിനോട് പറഞ്ഞപ്പോൾ ഈ കേസ് ഏറ്റെടുക്കണ്ടെന്ന്. ചക്രപാണി സാറ് നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയുള്ള കേസുകളല്ലേ വാദിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ സ്വന്തം കേസല്ലേ. ചക്രപാണിക്ക് ഈ പറയുന്ന വേദയ്ക്കും അറിയാം ഇതുമാതിരി ഈ ചെറിയ കേസും കൊണ്ടൊന്നും എന്നെ പിടികൂടാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് അവർ വലിയ വലിയ കേസുകളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്കെതിരെയുള്ള ഏതാണ്ട് നല്ല കേസുകളൊക്കെ അവരുടെ കയ്യിലുണ്ടെന്ന് അറിയാനായിട്ട് കഴിഞ്ഞേ. തേറാട്ട് ശ്രീധരനെ ഏതൊരു ബോംബുമായിട്ട് നടക്കുന്ന പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ അതെന്നെ പൂട്ടാൻ പ്രാപ്തമായിരിക്കും. അതൊക്കെ വേദയ്ക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചേ. ഇത് കേട്ടൻ വിക്രം പറഞ്ഞു, ഞാൻ വേദയോട് സംസാരിക്കാൻ സാറെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങുവാണ്. പിന്നീട് വിക്രം വർക്ക്ഷോപ്പിലേക്ക് വരുവാണ്. അവിടെ അനിയൻകുട്ടനും ജോസഫും രാജേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. അവരോട് ഈ കാര്യത്തെക്കുറി സംസാരിക്കുകയാണ്. അപ്പോഴേക്കും രാജേട്ടൻ പറഞ്ഞു, അല്ല ശ്രീനി സാർ എന്തിനാ ഇത്ര പേടിക്കണത് വേദയെ? കാരണം വേദ ഒരു ജൂനിയർ വക്കീലല്ലേ, നല്ലൊരു വക്കീലിനെ വെക്കുവാണെങ്കിൽ കേസ് ജയിക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ജോസഫ് പറഞ്ഞു, ശ്രീനി സാറിന് ചിലപ്പോൾ പേടി കാണുമായിരിക്കും. കാരണം ശ്രീനി സാറിന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വന്നാലോന്ന്. ഒരുമാതിരിപ്പെട്ട കള്ളത്തരങ്ങളൊക്കെ വിക്രസ്വാമിക്ക് അറിയാവുന്ന കാര്യമല്ലേന്ന് ചോദിക്കണം. അത് കേട്ടപ്പോൾ അനിയൻകുട്ടൻ പറഞ്ഞു, അത് ശരിയാ, ഇനിയിപ്പോൾ പ്രണയം മൂത്ത് കഴിയുമ്പോഴെങ്ങാനും വിക്രസ്വാമി അതൊക്കെ വേദയോട് പറയുമെന്നൊരു പേടി കാണുമായിരിക്കും, അതായിരിക്കും കാരണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം വിക്രം ഒന്നും മിണ്ടിയില്ല. കണ്ടില്ലേ വിക്രസ്വാമിയുടെ മുഖത്തെ ഒരു നാണമൊക്കെ. അപ്പം അത് തന്നെയാ കാര്യം എന്ന് പറയണം. ഈ സമയം രാജേട്ടൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. പിന്നീട് ചോദിച്ചു, അല്ല വിക്രം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുന്നതുകൊണ്ട് സത്യം മാത്രമേ പറയാവുള്ളൂ, കള്ളത്തരം പറയരുത്. ചോദിച്ചോ രാജേട്ടാ. അല്ല, ഈ ശ്രീനി സാറിനും വേദേ ഇവർ രണ്ടുപേരിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രസ്വാമി ആരെ തിരഞ്ഞെടുക്കും? ആരോടെ കൂടുതൽ സ്നേഹം എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. ഇത് കേട്ടിപ്പം ആകപ്പാടെ പെട്ടുപോയി വിക്രം ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ജോസഫ് പറഞ്ഞ്, കണ്ടില്ലേ വിക്രസ്വാമിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. മുമ്പായിരുന്നെങ്കിലോ, 1 വർഷം മുമ്പായിരുന്നേ പറഞ്ഞേനോ ഉറപ്പായിട്ടും എനിക്ക് ശ്രീനി സാറിനോട് ഇഷ്ടം കൂടുതൽ, അല്ലെങ്കിൽ ശ്രീനി സാറിനെ ഞാൻ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ഇപ്പം അത് പറയാൻ പറ്റുന്നില്ലല്ലേ. അത് കേട്ടപ്പോൾ രാജേട്ടൻ പറഞ്ഞു, അതെ, 1 വർഷം കൊണ്ട് വന്ന മാറ്റം അത്. എടാ, ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ 1 വർഷം കൊണ്ട് വേദം നിന്നെ അത്രയ്ക്ക് സ്വാധീനിച്ചു കഴിഞ്ഞു. ആ സമയം വിക്രം പറഞ്ഞു, ശരിയാ നിങ്ങൾ പറഞ്ഞത്.
മുമ്പായിരുന്നേ ശ്രീനി സാറിൻ്റെ പേരോ പറയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴും എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല. ആദ്യമൊക്കെ ഞാൻ വേദയെ വെറുപ്പിക്കാനായിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. കാരണം അവളെ വെറുക്കാനുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. അവളെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ ഓരോ ദിവസം ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ശ്രീനി സാറിൻ്റെ കാര്യങ്ങളൊക്കെ അവൾ ഏറ്റെടുത്ത് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണേ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. രാജേട്ടൻ പറഞ്ഞു, അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യുക. എത്രയും പെട്ടെന്ന് ശ്രീനി സാറിനോട് എന്ന് പറ. വേദയോട് എനിക്ക് പറയാൻ പറ്റില്ല. വേദയുടെ പ്രൊഫഷനാണ്. അവളുടെ പ്രൊഫഷൻ ചെയ്യട്ടെ. എന്നിട്ട് വേദയോടൊപ്പം ഒരു നല്ലൊരു ജീവിതം നയിക്കാൻ നോക്ക്. നീ മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം ഉള്ള സത്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അനിയൻകുട്ടൻ പറഞ്ഞു, അതെ. അങ്ങനെ വിക്രമാദിത്യൻ്റെ വേദയുടെയും ജീവിതം പൂത്തൊലയട്ടെ എന്ന് പറയണം. അതിനകത്ത് കായ്ഫലമൊക്കെ ഉണ്ടാവട്ടെ, ദാമ്പത്യ വല്യരി പൂവിരട്ടെ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പം വിക്രം ഒന്ന് ആലോചിക്കുകയാണ്. അപ്പോഴേക്കും ജോസഫ് പറഞ്ഞു, കണ്ടില്ലേ, വിക്രസ്വാമിക്ക് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് തന്നെ നല്ല കാര്യം. ഇനിയിപ്പോൾ വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ കൊണ്ടുനടക്കണ്ട. ശ്രീനി സാറിനോടുള്ള കാര്യങ്ങൾ അങ്ങ് തുറന്നു പറഞ്ഞങ്ങൾ ഒഴിവാകുന്നതാണ് നല്ലത് എന്നൊക്കെ അവരങ്ങനെ ഉപദേശിക്കുകയാണ്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം വേദയുടെ വക്കീൽ ഓഫീസിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ വേദ അങ്ങോട്ട് ഇറങ്ങി വന്ന്, ഇതെന്താ വിക്രസ്വാമി ഇവിടെ നിൽക്കുന്നേ? അതെ, എൻ്റെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അപ്പൊ ഭാര്യ ഒന്ന് പിക്ക് ചെയ്യാന്ന് കരുതി വന്നാന്ന് പറയണോ? ഓ, ഭയങ്കര കോമഡി ആയി പോയല്ലോ. ഇങ്ങനെ വളിച്ച കോമഡിയൊക്കെ അടിക്കാൻ തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു, എന്ത് ചെയ്യാനാ, ചില സമയത്ത് ഇങ്ങനത്തെ കോമഡിയൊക്കെ ഇറക്കിയല്ലേ മതിയാവുള്ളൂ. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ശരി ആയിക്കോട്ടെ. അങ്ങനെ വേദ കയറി ഇനി വിട്ടോളം പറയണ. അങ്ങനെ കുറച്ച് ദൂരം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കരിക്കൊക്കെ വിൽക്കുന്നൊരു സ്ഥലം കണ്ടു. അപ്പം നമുക്കൊരു കരിക്ക് കുടിച്ചിട്ട് പോവാം. എന്താ സ്വാമി, എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. പതിവിലും വിപരീതമായിട്ട് എന്നെ വന്ന് പിക്ക് ചെയ്യുന്നു. എനിക്ക് കരിക്ക് മേടിച്ചായിരുന്നു. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. എന്ത് രഹസ്യം? ഇറങ്ങി വരാൻ പറയണം. അങ്ങനെ രണ്ടുപേരും കരിക്ക് മേടിച്ചു. കരിക്ക് കുടിക്കുന്ന സമയത്ത് വേദ പറഞ്ഞു, ഇനി സ്വാമിയുടെ മനസ്സിലുള്ള കാര്യം എന്നോട് തുറന്നു പറ. എന്തോ കാര്യസാധ്യതയുണ്ട്. അത് പിന്നെ ആ ശ്രീനിവാസ് സാറിന് എതിരെ നീ ഏറ്റെടുത്ത് നിൽക്കുന്ന കേസുണ്ടല്ലോ, അതിനകത്തൊന്ന് നീ അങ്ങോട്ട് ഒഴിഞ്ഞു മാറണമെന്ന് പറയണം. എനിക്ക് തോന്നി ഇങ്ങനെ എന്തേലും ആയിരിക്കുമെന്ന്. എന്താ വിക്രസ്വാമി? വിക്രസ്വാമിയുടെ ശ്രീനി സാറിന് ഭയങ്കര പേടിയാണോ? സാറിന് കാശും അധികാരവും എല്ലാം ഉണ്ടല്ലോ. പിന്നെ എന്നെ പോലെ പാവം പിടിച്ചൊരു ജൂനിയർ വക്കീല്, പിന്നെ തേറാട്ട് ശ്രീധരൻ സാറിനെ പോലെ ഒന്നുമില്ലാത്ത പാവം ഒരു മനുഷ്യൻ. ഈ ഞങ്ങളെ രണ്ടുപേരും ഭയക്കുന്നതിന് കാരണം എന്താ ശ്രീനി സാറ്? അതെ, പേടിച്ചിട്ടൊന്നും അല്ല, പിന്നെന്തിനാ? അതെ, ശ്രീനി സാറിന് നിന്നോട് സ്നേഹവും വാത്സല്യവും മാത്രമേ ഉള്ളൂ. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, എനിക്ക് ആ താടിക്കാരൻ്റെ സ്നേഹവും വാത്സല്യം വേണ്ടെങ്കിലോ? ദേ വേദ, കളിക്കാതെ ഞാൻ കാര്യം പറയാം. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അതെ, ശ്രീനി സാറിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ശ്രീനി സാറിന് പണവും പത്രാസും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടൊരു നല്ല വക്കീലിനെ വെച്ച് വാദിക്കാൻ പറ. അതെ, ശ്രീനി സാറിന് അങ്ങനെ വാദിച്ച് ജയിക്കുകയും ചെയ്യും. പക്ഷെ നീ നാണം കടണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ആദ്യമായിട്ട് ഏറ്റെടുക്കുന്ന കേസ്. തോറ്റു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നാണക്കേടുണ്ടാവില്ല നിനക്ക്. ഓ, അതാണോ? ഇത്രയെങ്കിലും സ്നേഹം ഉള്ളതുകൊണ്ട് നന്ദിയുണ്ട് വിക്രസ്വാമി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഈ കേസ് ഏറ്റെടുക്കുകയും ചെയ്യും. ഏറ്റെടുത്ത് മാത്രമല്ല, അത് വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയണേ. എന്താണെങ്കിലും അന്തിമ വിജയം എപ്പോഴും സത്യത്തിൻ്റെ ഭാഗത്തായിരിക്കും. ഞങ്ങൾ ജയിക്കുമെന്ന് പറയാം. ഇത് കേട്ടപ്പം വേദയോട് വിക്രം പറഞ്ഞു, അത്രയ്ക്ക് ആത്മവിശ്വാസമൊക്കെ വേണം സ്വാമി. ഞാൻ എൻ്റെ പ്രൊഫഷനോട് 100% സത്യത പുലർത്തണ്ടേ. അപ്പം എനിക്ക് ഈ കേസ് ജയിച്ചാൽ മതിയാവുള്ളൂ. എന്ത് വില കൊടുത്ത് ഞാൻ ഈ കേസ് ജയിക്കും. നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അധിക സമയം ഇവിടെ നിൽക്കണ്ട, സ്വാമി പോയ കരിക്കിൻ്റെ പൈസ കൊടുത്തിട്ട് വരാൻ പറയണം. അങ്ങനെ വിക്രം പൈസ കൊടുത്തിട്ട് വന്നു. രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരുവാണ്. പിന്നീട് വേദയും വിക്രവും കൂടെ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും അപ്പുമോൾ ഓടി ഇറങ്ങി വരുവാണ്. അങ്ങനെ ബൈക്കേന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വേദയെ കെട്ടിപ്പിടിച്ച് ചെറിയമ്മേന്നും വിളിച്ചോണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. ആ സമയത്ത് വേദ ചോദിച്ചു, അല്ല അപ്പുമോൾ എപ്പോഴാ വന്നേ? എന്നെ അച്ഛനും അമ്മയും കൂടെ വന്ന് കൂട്ടിക്കൊണ്ട് വന്ന. ആഹാ, കൊള്ളാലോ, മോൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ സ്വീറ്റ്സ് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വന്നേനും. എന്തിനാ സ്വീറ്റ്സ്? ഇവിടെ ഇഷ്ടംപോലെ പലഹാരങ്ങൾ അമ്മ ഉണ്ടാക്കുന്നുണ്ടല്ലോ. പിന്നെ ആവശ്യത്തിന് മിച്ചം ചോക്ലേറ്റ് ഒക്കെ അച്ഛനും വാങ്ങി തന്നു പറയണം. അങ്ങനെ സന്തോഷിക്കണ സമയത്ത് വിക്രം പറഞ്ഞു, ഓ, നമ്മളെ ഒന്നും ഇപ്പൊ കണ്ട മൈൻഡില്ലായിരിക്കുമല്ലേ? അയ്യോ ചെറിയച്ച, അത് പിന്നെ എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും വേദ പറഞ്ഞു, ഇത് കണ്ടില്ലേ, നിന്റെ ചെറിയച്ഛൻ അസൂയാന്ന് പറയണം. അസൂയോ? ആ സമയത്ത് വിക്രം പറഞ്ഞു, മോളെ, ഞാൻ ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുമല്ലേ? അപ്പം മോളെ, അതെ, മാലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുന്നവർക്ക് അസൂയുണ്ടോയെന്ന് ചോദിക്കുക. ഇല്ല, അവർ കള്ളത്തരം പറയോ? ഇല്ല, പറയില്ല. അപ്പം പിന്നെ എന്താ, ഇവിടെ ആരാ കള്ളത്തരം പറയണേ? എനിക്ക് അസൂയാന്ന്. മോളുടെ ചെറിയമ്മയല്ലേ? അതെ. അപ്പം ആരാ കള്ളി? ചെറിയമ്മയല്ലേന്ന് ചോദിക്കുക. അതേന്ന് പറയണം. ഹേടി കള്ളി എന്നും പറഞ്ഞുകൊണ്ട് അപ്പം മോളെ ഇട്ട് ഓടിക്കുവാണ് വേദ. അപ്പോഴേക്കും ശ്രീജ വന്നിട്ട് പറഞ്ഞു, അതെ, നിങ്ങളുടെ കാര്യം ഇപ്പം സംസാരിച്ചുകൊണ്ടിരുന്നോളെന്ന് പറയണം.
ആര്? ഞങ്ങളെല്ലാരും കൂടെ നാളെ രാവിലെ ക്ഷേത്ര ദർശനത്തിനായിട്ടൊക്കെ പോണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓ, അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ശ്രീജയും അപ്പുമോളും കൂടെ അങ്ങോട്ട് പോയി. ആ സമയത്ത് വേദ തിരിഞ്ഞ വിക്രത്തിനോട് പറഞ്ഞു, അതെ, ഒരു കാര്യമുണ്ട്. നാളത്തെ ക്ഷേത്ര ദർശനം എന്തിനാണെന്നറിയാലോ? വിക്രസ്വാമിയുടെ മനസ്സൊക്കെ മാറി മലയ്ക്ക് പോയിട്ട് വരുമ്പം ആ പഴയ വിക്രമായിട്ട് മാറാൻ വേണ്ടിയിട്ട് എന്ന് പറയണ. ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിനും വിക്രം പറഞ്ഞു, അല്ല, എനിക്ക് മാറ്റം ഉണ്ടാവുന്ന ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞു, ഉറപ്പല്ലേ, അതിന് വേണ്ടിയിട്ടല്ലേ ഈ വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തി ഞാനും കൊണ്ടുപോകുന്നതെന്ന് പറയണം. ഉറപ്പായിട്ടും മാറുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ ഞാൻ മാറിയില്ലെങ്കിലോ? താൻ പാതി ദൈവം പാതി എന്നല്ലേ, എൻ്റെ പാതി ഞാൻ നോക്കും, ബാക്കി ദൈവത്തിന്റെ കയ്യില. അത്രയ്ക്ക് വിശ്വാസമുണ്ട് ഉണ്ടെന്നേ എന്ന് പറഞ്ഞിട്ട് വേദ എങ്ങോട്ടേക്ക് പോവാണ്. ഒരു നിമിഷം വിക്രം ഇങ്ങനെ വേദയെ നോക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.